എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും വിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ സുഖമായിട്ടിരിക്കുന്നില്ലേ? പിന്നെന്തുണ്ട്? റിസുമ എന്തായാലും പറ. എക്സാം അല്ലേ, ഇപ്പൊ എക്സാം നടക്കുമല്ലേ? മാത്സാ. ഞാനിപ്പോ കുറച്ച് ക്വസ്റ്റ്യൻ എഴുതി കൊടുത്തിട്ട് ഞാൻ പറയാം അവിടെ പോയിരുന്ന് എഴുത്, ഞാൻ അപ്പോഴത്തേന് എഡിറ്റിംഗ് ചെയ്യാന്ന്. ചെയ്യത്തില്ലേ? പ്രിസുമന് ഒത്തിരി ആൻറ്റിമാർക്ക് ഇഷ്ടമാണ്. ജോമാസ് വേൾഡ് ആൻറ്റിക്ക് ഇഷ്ടമാണ്, ഗീതേച്ചിക്ക് ഇഷ്ടമാണ്, മായേച്ചിക്ക് ഇഷ്ടമാണ്, പിന്നെ ആരാ വിജി അനിലിന് ഇഷ്ടമാ, പിന്നെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. പേര് മമ്മി മറന്നുപോയി. ലക്ഷറി ഡീലർ ആൻറ്റിക്ക് ചേച്ചിക്ക് ഇഷ്ടമാണ്. മോന് ഇഷ്ടമാണോ ഇവരെയൊക്കെ? ഉറക്കെ പറ. എല്ലാരെയും ഇഷ്ടമാണോ? മോന്റെ പാട്ട് സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. വാ തുറന്ന് പറ. നിന്റെ കുറുമ്പൊക്കെ എല്ലാരും കാണുന്നുണ്ട്. നീ അച്ചാച്ചനെ ഞോണ്ടിയിട്ട് ഓടുന്നതും ഇപ്പൊ പാവത്താനെ പോലെ നിക്കുന്നു. പിന്നെന്തുകൊണ്ട്? ഒന്നുമില്ല. ഇന്നലെ താഴെ കളിക്കാൻ പോയി എന്തോ പറ്റിയായിരുന്നു? സ്ലൈഡ് ചെയ്തപ്പം തലയിലും. ഞാനില്ല, പ്രോഗ്രാമിന് പോയില്ലായിരുന്നു. അപ്പോൾ ഇവനെയും കൊണ്ടാണ് ഞാൻ പോയത്. ഇവൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ് ഞാൻ കളിക്കാൻ പോവാന്ന് പിള്ളേരോട്. പോയിട്ടൊന്ന് സ്ലൈഡ് ചെയ്ത് ഇന്ന് രാവിലെ കുളിക്കാൻ നേരം പറയുന്നിട്ട് പപ്പടുത്ത് ഇവിടെ എനിക്ക് ഭയങ്കര വേദനയെന്ന്. ഇതിങ്ങടെയൊക്കെ കൂടാതെ തന്നെ വിടാൻ പറ്റത്തില്ല. എങ്ങനെ സാമർത്ഥ്യം കാണിച്ചതാ അല്ലയോടാ? പിന്നെ ബസ്സിൽ എന്നാ ചോക്ലേറ്റ് വാങ്ങിച്ച ഇങ്ങോട്ട് നിൽക്കും. ആ സ്റ്റുഡൻറ്റ് വല്ലതും പറഞ്ഞോ മോനോട്? പിന്നെ മോൻ എന്തോലും ചോദിച്ചോ? ഇന്ന് ഇങ്ങോട്ട് നിൽക്കും. ഇന്ന് ക്യാൻറ്റീനിൽ നിന്ന് ആരൊക്കെ വാങ്ങിച്ചു? ഇന്ന് പൈസ കൊടുത്തില്ല. അയ്യോ, ഇന്ന് പൈസ കൊടുത്തില്ല. ഓക്കെ, ഇനി പോയി അമ്മ തന്നത് ഹോംവർക്ക് ചെയ്തോ. അമ്മ ഇനിയും വീഡിയോയിൽ സംസാരിച്ചോട്ടെ. വേണ്ട ബുക്ക്. ബിസ്ക്കറ്റ് എടുത്തോണ്ട് പോ. എനിക്ക് വേണ്ട. ഇവിടെ ഉണ്ടല്ലോ ഈ പുറകിൽ മുടി കുറുങ്ക പോലെ അങ്ങ് വളരും കേട്ടോ. അവിടെ നോക്കിയേ. അപ്പം അത് ഞാൻ ഒരു സ്ലൈഡ് ഇട്ട് കുത്തി വെക്കുന്നതാണ്. അപ്പം പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ, ഇപ്പം കുറേ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അതിലൊത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും കമൻസൊക്കെ ഇടാം കേട്ടോ. എന്തോ അതിൽ എൻ്റെ പഴയ ആൾക്കാർ ചിലരിപ്പം മുങ്ങി നടക്കുന്നു. ഒന്നെടുത്തോണ്ട് പോകും. അപ്പോൾ കഴിവൊന്നും എന്നെ മറക്കരുത് കേട്ടോ. ഞാൻ ആരെയും മറക്കത്തില്ല. അന്നുള്ള സ്നേഹം തന്നെ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അയ്യ, ഇവിടുത്തെ സൗണ്ട് ഉണ്ടാക്കാതെ അങ്ങ് പോവാൻ. ബുക്ക് എടുത്തോണ്ട് പോ. നിങ്ങളാരും ചിന്തിക്കരുത് എനിക്ക് നിങ്ങളോട് സ്നേഹമില്ലെന്ന്. എനിക്ക് സ്നേഹമുണ്ട്. എനിക്കിപ്പോൾ ഒരു ഫ്രണ്ട്സ് വന്നെങ്കിൽ ഞാൻ എഴുതിയ ബുക്ക് കൊണ്ടുപോയാൽ മതി. മറ്റേ ഇവിടെ വെക്ക്. അതെടുത്തോണ്ടോ. എവിടാന്ന് കണ്ടല്ലോ എവിടാന്ന്. അതിപ്പോൾ ക്വസ്റ്റ്യൻ എവിടാന്ന്. അപ്പോൾ ഞാൻ അന്നും ഇന്നും ഒരുപോലെ സ്നേഹിക്കും. ആരെയും ഞാൻ കുറച്ചായിട്ട് കാണത്തില്ല. എന്നോട് പലരും വാട്സപ്പിലൊക്കെ പല വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഷെയർ ചെയ്യണമെന്നുള്ളതാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യും. അല്ലാത്തത് ഞാൻ ആരോടും പറയത്തുമില്ല. ഇപ്പോഴും ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കതൊക്കെ പറ്റത്തുള്ളൂ. പിന്നെന്താ? പിന്നൊന്നുമില്ല. ഇന്നത്തെ കണ്ടില്ലേ? ഒരു മിനിറ്റ്. പിന്നെ ഞാനെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഈ ചാനൽ കണ്ടിട്ടേ അതിലെന്തെങ്കിലുമൊക്കെ അവരുണ്ടാക്കുന്നയോ തിന്നുന്നയോ കാണുമ്പോൾ എനിക്ക് കൊതിയ. അങ്ങനെ കഴിഞ്ഞ ദിവസം കപ്പ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് പോയിട്ട് എനിക്ക് കിട്ടിയില്ല. ഇനി അടുത്ത സൺഡേ വരെ നോക്കി നിൽക്കണം. പിന്നെന്തുവാ? പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല.
എല്ലാവരും വീഡിയോകൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ സമയം പോലെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. എപ്പോഴും പറഞ്ഞ് നിങ്ങൾക്കും ബോറാകും. എന്തിനാ എപ്പോഴും ഇങ്ങനെ പറയുന്നേ നീന്തിക്കും. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ലൈക്ക് ചെയ്യും, ഇഷ്ടമുണ്ടെങ്കിൽ കമൻ്റ് ഇടും അല്ലേ? ഓക്കേ. അതുപോലെ അന്ന് ഞാൻ റാഗി ഇഡലി ഉണ്ടാക്കിയില്ലേ, അതിപ്പോൾ ഷുഗറുകാർ കഴിക്കുവാണെങ്കിൽ പച്ചരി ചേർക്കണ്ട. അതിന് പകരം ഞാൻ പറഞ്ഞില്ല, ഈ റാഗി എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ ദോശയ്ക്കും ഇഡലിക്കും വെക്കുന്നതിന് അത്രയും സമയം റാഗി അരച്ച് വെക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് പെട്ടെന്ന് അങ്ങ് പുളിക്കുന്ന സാധനമാണ്. അപ്പം അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ ടൈം വ്യത്യാസം ചെയ്യുക. പോയി എന്തുവാ കൈസ നെയ്താ നോക്കൽ കോപ്പി അടിക്കാമെങ്കിൽ അടിക്കുന്നില്ല ഞാൻ. റാഗി ആണെങ്കിൽ ഒന്നീ റാഗി കുറച്ച് താമസിച്ച് അരച്ച് വെക്കുക. ഉഴുന്നും അവലും ഉലുവയൊക്കെ നമ്മൾ ഇടത്തില്ല, അതങ്ങ് അരയ്ക്കുക കുറച്ച്. പിന്നെ എൻ്റെ അറിവിൽ കേട്ടോ, ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് രാവിലെ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിലും ഒരു 2-3 അല്ലെങ്കിൽ കിടക്കാൻ നേരം വേണം റാഗി അരച്ച് ചേർത്താൽ മതി. കാരണം റാഗി ഒത്തിരി എനിക്ക് തോന്നിയത് ആ മാവ് ഞാൻ ഇച്ചിരി കട്ടിയായിട്ടാണ് ഞാൻ അരച്ചത്. പക്ഷേ രാവിലെയാണെങ്കിൽ നല്ലതുപോലെ അങ്ങ് ലൂസായായിരുന്നു. പക്ഷേ എനിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി റാഗിയും കൊണ്ട് എനിക്കൊന്ന് അപ്പം ഉണ്ടാക്കി നോക്കണം. അപ്പോൾ പച്ചരി ചേർക്കാതെ റാഗിയും കൊണ്ട് അപ്പം ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഇവന്മാർക്ക് നല്ല എന്തെങ്കിലും കറി വെച്ച് കൊടുക്കണം. ആ കളർ കാണും എനിക്ക്. പക്ഷേ ആ കളറിൽ ഞാൻ പറഞ്ഞ പണ്ട് നാട്ടിലൊക്കെ നമ്മൾ ഈ കണ്ടത്തിൽ നെൽകൃഷിയുള്ളപ്പോൾ നമ്മുടെ പണ്ടൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നെൽകൃഷിയായിരുന്നു. അന്നേരം ഈ നെല്ല് കുത്തുന്നിടമൊക്കെ വീട് ഉണ്ടായിരുന്നു. ഈ അരി കുത്തിയൊക്കെ ഇങ്ങനെ വിൽക്കുന്നത്. അപ്പോൾ അതിലുള്ള ഒരു സൈസ് എന്തുവാ അരി ഉണ്ടല്ലേ, അതുകൊണ്ട് അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഇങ്ങനെ ഈ കളറിയിരിക്കും. പുട്ടുണ്ടാക്കുവാന്നേലും എനിക്ക് ആ കളർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പിള്ളേർക്കത് വെളുത്തിരിക്കണം. അതുപോലെ ആരാ എന്നോട് പറഞ്ഞു, അജിതേച്ചി എന്തോ പറഞ്ഞത്, അജിതേച്ചിക്കും വെളുത്തിരിക്കണമെന്ന്. പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഓക്കെ. കഴിഞ്ഞ ദിവസം നമ്മുടെ ജോമാസ് വേൾഡ് കപ്പ വേവിച്ചപ്പം എനിക്ക് ആര് കപ്പ വേവിച്ചാലും ഞാൻ അവസാനം വരെ കാണാൻ ഇങ്ങനെ കുത്തിയിരിക്കും. എങ്ങനെയാണെങ്കിലും അവർ കഴിച്ച് കാണിക്കുന്നത്. ഇവിടെ കപ്പ കിട്ടത്തില്ല, കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ കൂടെ വേവുന്ന കപ്പ കിട്ടത്തില്ല. അപ്പോൾ പുള്ളിക്കാരി കപ്പയൊക്കെ വേവിച്ച് കിളിമീൻ കറിയൊക്കെ അങ്ങോട്ട് ഒഴിച്ച്. അപ്പം ഞാനത് ഇങ്ങനെ കൊതി വിട്ടത്. പുള്ളിക്കാരുടെ പറച്ചിൽ ആഹാ ഇങ്ങനെ എടുക്കണം അങ്ങനെ എടുക്കണം. അതുകൂടെ കേട്ടപ്പോൾ കുറേയും കൂടെ കൊതിയാവും. തിന്ന് കാണിച്ചോണ്ട് എന്നിട്ട് ഞാനിങ്ങനെ കൊതി വിട്ടിരുന്നാണ് കാണാം അടുത്ത ഡയലോഗ്. ഇത് കാണുമ്പം വിജിക്ക് ഭയങ്കര കൊതിയായിരിക്കുമെന്ന്. അപ്പോൾ എനിക്കൊക്കെ ചിരിയും വന്നു ഇവിടെ ഇരുന്ന്. എല്ലാവർക്കും അറിയാം ഞാനൊരു കപ്പ കൊതിച്ച്. എന്നെ മായ പിന്നെ കപ്പ കൊതിച്ചിന്നാണ് വിളിക്കുന്നത്. ഞാൻ മാത്രമല്ല, എല്ലാ മലയാളീസിനും ഇഷ്ടമാണ് കപ്പയും മീനും ഒക്കെ. എത്ര കഴിച്ചാലും മതി വരത്തില്ല. ഓക്കെ. ഞാൻ കടല ഇവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതിലിപ്പം മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി. ഗ്യാസ് കത്തിച്ചിട്ടില്ല, ഗ്യാസ് ഒന്ന് കത്തിക്കട്ടെ. ഇതൊന്ന് ചൂടാക്കാം. ഇതിലേക്ക് ഒരു വലിയ സവാള, ചെറിയ 2 ടൊമാറ്റോ. എന്നിട്ട് ഇത് നമുക്ക് ഒത്തിരി അങ്ങ് വഴട്ടിയെടുക്കണ്ട. ഒരു ഇച്ചിരി ഉപ്പിട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇത്തിരി ഒന്ന് വാടി ഡയറക്റ്റ് പച്ചയ്ക്ക് ചേർക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. കാരണം ഒത്തിരി ഒന്നും വഴന്നൊന്നും വരണ്ട. നന്നായിട്ട് നമ്മൾ വഴറ്റത്തില്ലേ, അതുപോലെ വേണ്ട. ആ ഉള്ളിയുടെയൊക്കെ ഒരു പച്ച സ്മെല്ല് പോകുന്നിടം വരെ ഒന്ന് ചെയ്യാം. ഞാൻ ഇച്ചിരി നേരം ആ കുക്കറിൻ്റെ അടപ്പും കൊണ്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ടേ, ഒരു 1-2 മിനിറ്റ്. എന്നിട്ട് വീണ്ടും അതൊന്ന് ഇളക്കി. അപ്പോഴത്തേക്കിന് അതിൻ്റെ അകത്തെ ആ പച്ചപ്പൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വിസിലിട്ടിട്ട് നന്നായി ഒരു 3-4 ആദ്യത്തെ ഒരു വിസിൽ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വന്നു കഴിഞ്ഞിട്ട് തീ കുറച്ചിട്ട് വിസിൽ വരുത്തണം. അല്ലെങ്കിൽ മസാലയൊന്നും പിടിക്കത്തില്ല. ടപ്പേന്ന് വെച്ചാൽ ഒന്ന് വേവത്തുമില്ല. അപ്പോൾ കടലയൊക്കെ വെന്തിട്ട് ഞാനതൊരു വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കടുക് ചേർക്കാം. അപ്പോൾ കടലക്കറിയൊക്കെ റെഡിയായി. ഞാൻ
ഇടയ്ക്കിടയ്ക്ക് വേറെ ജോലികളും ചെയ്യുന്നുണ്ട്. പക്ഷേ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ കണ്ടിന്യൂസ് കടലയുടെ അങ്ങ് ആഡ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. പ്രൈസമോന് കൊണ്ടുപോകാൻ മസാല ഇഡലിക്കുള്ള കുഞ്ഞിഡലി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ചായ അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, പാലും വെച്ചിട്ടുണ്ട്. അപ്പം അവനുള്ള മസാല ഇഡലിക്കും അല്ലാതെ ഒരു ട്രിപ്പ് ഇഡലിയും കൂടെ ഇന്നത്തെ മാവിലാണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്നതേ അന്ന് റാഗിയും കൊണ്ട് അരച്ച് എൻ്റെ ബാക്കി മാവ് കുറച്ചുണ്ടായിരുന്നു, അതെടുത്താൽ ദോശ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ദോശ ഞാൻ എടുക്കും. അപ്പം മസാല ഇഡലിക്കുള്ള ഇഡലിയൊക്കെ ഞാനതൊന്ന് ഇളക്കിയിടുന്നുണ്ട്. ഞാനപ്പോൾ ഈ മസാല ഇഡലി കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഇന്നതിൻ്റെ, കാരണം കുറേ പുതിയ ആൾക്കാരുണ്ടല്ലേ, അപ്പം മസാല ഇഡലി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് റെസിപ്പി ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ ടിഫിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇഡലിയാണ് മസാല ഇഡലി. വേറെ കൂട്ടാനൊന്നും അതിൻ്റെ ആവശ്യം വരത്തില്ല. രാവിലത്തെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രങ്ങൾ കഴുകുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. പിന്നീട് ഞാൻ ഇത്തിരി മീൻതോരൻ വയ്ക്കാനായിട്ട് കുഞ്ഞയല കുഞ്ഞുങ്ങൾ, അത് ഞാനിപ്പോൾ ഒന്ന് എടുത്ത് വെള്ളത്തിലോട്ട് ഇടുന്നുണ്ട്, ഐസൊക്കെ ഒന്ന് പോകാനേ. അത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ മസാല ഇഡലി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു 20 മസാല ഇഡലി, ആ കുഞ്ഞ് ഞാൻ കാണിച്ചില്ലേ അതുപോലുള്ള. ഇപ്പം നിങ്ങളുടെ കയ്യിൽ മിനി തട്ട് ഇഡലി ഉണ്ടെങ്കിൽ, ഇഡലി തട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടാക്കാം. എനിക്കിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഇഡലികൾ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഒരു 20 എണ്ണത്തിന് വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഒരു 2 തണ്ട് കറിവേപ്പില. ഇതിൻ്റെ ഈ മണവും രുചി അറിയുന്നത് ഈ കറിവേപ്പിലയ്ക്കകത്തും കടുകിൻ്റെയുമാണ്. ആ കറിവേപ്പിലയും കൂടെ പൊട്ടി വരുമ്പോൾ ഞാനങ്ങ് തീ ഓഫാക്കിയിട്ടുണ്ട്. തീ ഓഫാക്കി ഒരു 30 സെക്കൻഡൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്വല്പം നമ്മൾ ഇഡലിക്കകത്ത് ഉപ്പുണ്ടെങ്കിൽ ഇതിലൊരു പിഞ്ച് ഉപ്പും ചേർക്കണം. ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. അല്ലാത്ത മുളക് പൊടി ചേർക്കുമ്പോൾ എനിക്കൊരു കറുത്ത കളർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി തീ ഓഫാക്കിയിട്ടേക്കും. എന്നിട്ടും കണ്ടോ അതിൻ്റെ അകത്ത് പുക വരുന്നത്. അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കണമെന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞ കളറാവുകയാണെങ്കിൽ മസാല ഇഡലി കറുത്തിരിക്കും. എന്നിട്ട് തീ ഓഫാക്കി തന്നെ ഇട്ടിരുന്നാൽ മതി. ഇനി ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഇഡലി ഇട്ടിട്ട് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം. ആദ്യമേ തവി ഇട്ട് ഇങ്ങനെ സ്പൂൺ ഇട്ട് ഇളക്കരുത്. ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാ സൈഡിലും മസാല ആയിക്കോളും. അതേസമയം ഇഡലികൾ തമ്മി ഒട്ടി പിടിച്ചിരിക്കുവാണെങ്കിൽ അത് തവിയും കൊണ്ടൊന്ന് ഇളക്കി ഇങ്ങനെ മാറ്റി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ മസാല ഇഡലി ഉണ്ടാക്കുന്നതിന് ഒത്തിരി അങ്ങ് സോഫ്റ്റായിട്ടുള്ള ഇഡലി വേണ്ട, ഇച്ചിരി സാധാ നോർമലായിട്ടുള്ള ഒരു സോഫ്റ്റ്നെസ് മതി. ഒത്തിരി അങ്ങ് പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡലി ആണെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കുടഞ്ഞൊക്കെ ഇടുമ്പോൾ അതങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ മസാല ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അവർക്കെല്ലാം ടിഫിനൊക്കെ റെഡിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീനൊക്കെ വെട്ടി എല്ലാം റെഡിയാക്കി, എല്ലാം കഴുകിയെടുത്തതാണ്. ഇനി അത് നമുക്ക് മുറിച്ച് തോരനാക്കിയാൽ മതി. തോരന് വേണ്ടി മുറിക്കാം. മീനൊക്കെ വെട്ടി വെച്ചിട്ടാണ് ഞാൻ പോയി കുളിച്ചത്. അരി തിളപ്പിച്ചിട്ടു. അരി ഇപ്പോൾ വാർക്കണം. എല്ലാവരും പോയി. പിന്നെ ഇനിയും തുണി കഴുകി ഇട്ടേക്കുന്നു, അതിനിയും വിരിക്കണം. ഇന്നലത്തെ തുണികളെല്ലാം ഇറക്കിയെടുത്ത് ഇനിയും മടക്കണം. ഓൾമോൺ കുറച്ച് കഴിയുമ്പോൾ വരും. പ്രാക്ടിക്കൽ രാവിലത്തെ കഴിഞ്ഞിട്ട് ഇനി വരും. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ ഞാനിപ്പോൾ ഇങ്ങനെ ചിരിച്ച് പറയുന്നതിലും കൊച്ചിൻ്റെ ആ എഴുതിപ്പിച്ചതേ, അപ്പോൾ പലരും പല കമൻ്റ് ഇട്ടു. അഖിലാണെങ്കിൽ ഞാൻ ഇന്നലെ രാത്രി റീച്ച വന്നോണ്ടേ റീച്ചാനെ കമൻറ്റ് കാണിച്ചു. ഞാൻ പറഞ്ഞു അഖിലിൻ്റെ കയ്യിൽ ആ ടീച്ചറെ കിട്ടിയായിരുന്നെങ്കിൽ അഖിൽ ഇപ്പോൾ അടിച്ചേനെയായിരുന്നു. ഉള്ളതല്ലേ. റീച്ചാൻ എന്ന് പറയുന്നത് അത്ര മനസ്സിൽ കാണും. പക്ഷെ റീച്ചാൻ പറയുന്നത് ഇപ്പോൾ പിന്നെ ഇവൻ കേട്ടതിൻ്റെ ആയിരിക്കും. ഞാൻ പറഞ്ഞു ഇവൻ കേട്ട എന്നേരം പറഞ്ഞു അല്ലോ അപ്പം ഇങ്ങനെ ടീച്ചർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു അവർക്ക് തമാശയാണെങ്കിൽ തമാശ പറഞ്ഞതാണ്. എല്ലാ പിള്ളേരും ഇപ്പം ടീച്ചർ അവൻ പറഞ്ഞു ടീച്ചറുടെ കണ്ണൊക്കെ കണ്ട പിന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര ദേഷ്യത്തിലാണ് പറഞ്ഞതെന്ന്. അവരെന്നിട്ട് പിറ്റേന്നാ കൊച്ചി എന്നിട്ട് എന്നാൽ അങ്ങനെ ചെയ്യണ്ടായിരുന്നു ഒന്നും പറഞ്ഞില്ല. റീച്ചൻ പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് സംസാരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു എന്തു വന്നേലും നിസ്സാരമായിട്ട് ഇത് കാണരുത്, ഓപ്പൺ ഹൗസിന് അവരെ ഒന്ന് കണ്ടിട്ട് വരണമെന്ന്. അവർ ക്ലാസ് ടീച്ചറല്ല. എന്നോട് അന്നേരം ഉഷാദേവി എന്ന് തോന്നുന്നു
ബിജി ടീച്ചറടുത്ത് ചോദിച്ചിട്ട് എഴുതിപ്പിച്ചാൽ പോരായിരുന്നു. ചോദിച്ചിട്ടെന്ന് പറയാൻ പിന്നെ അത്രയും ബുദ്ധി നമുക്ക് എനിക്ക് പോയില്ല. ഞാനും ചിന്തിച്ച് ഇവനിങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞുള്ളേ 5 times എഴുതാനായിരിക്കും പറഞ്ഞതെന്ന്. എന്നിട്ട് പിന്നെ പോൾമോനും പറഞ്ഞേടാ അങ്ങനൊന്നും ആയിരിക്കത്തില്ല. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ കേട്ടതില്ലേ, എന്നോട് എല്ലാവരോടും പറഞ്ഞില്ലേ മസ്തി ഏതോ ഒരു 3 times ആയിരുന്നു 5 times എഴുതിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അവിടെ പറച്ചിൽ ഇങ്ങനെയൊക്കെയാണോ അവർ പറയേണ്ടത് പൊടി കൊച്ചുങ്ങളുടെ അടുത്ത്? പിന്നെ അങ്ങ് രാത്രിയായി പോയായിരുന്നു, അതുകൊണ്ട് പിന്നെ വിളിച്ചില്ല. അല്ലെങ്കിൽ അത്രയും ബുദ്ധി അങ്ങോട്ട് പോയില്ല. എന്തോ എന്നാലും ആ ചാപ്റ്റർ അവന് ബൈഹാർട്ടായി. മീനുള്ളതൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടാ പോയ അരപ്പൊക്കെ. ഇച്ചിരി മുളക് പൊടിയും കൂടി ഞാൻ അരപ്പിലിട്ടിട്ടുണ്ട്. പുളിയൊക്കെ ഇട്ടിട്ടുണ്ട്, ഉലുവാപ്പൊടി എല്ലാം. ഞാൻ സാധാരണ മുളക് പൊടി ചേർക്കാറില്ലായിരുന്നു. പച്ചമുളക് ഒന്ന് കീറിയിടും, അല്ലെങ്കിൽ ഒന്ന് അരയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് എന്തുവന്നേലും വീഡിയോ കണ്ടിട്ടാട്ടോ ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്തു. എന്നിട്ട് സ്പൂണും കൊണ്ട് ഇളക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ ആയില്ല. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി പൊത്തി ഇച്ചിരി മീൻസ് ആ ജാറൊക്കെ കഴുകി വന്നുകൊണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളമായിപ്പോയി. പക്ഷേ ഞാനത് തീ ഇട്ട് ശരിയാക്കി എടുത്തു. ചട്ടി ഞാൻ ഗ്യാസിലാകുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഇടത്തില്ല കാരണം അതിൻ്റെ ചുവട്ടിൽ തന്നെയല്ലേ ചൂട് ചെല്ലുന്നേ, വെടിച്ച് കീറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ ഇച്ചിരി മീഡിയത്തിലേ ഞാൻ വെക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ മീനൊക്കെ അടപ്പത്ത് വെച്ചിട്ട് പിന്നെ തുണി അങ്ങ് വിരിക്കാനായിട്ട് എടുത്തു. ഇന്ന് കൂടുതലും ഷീറ്റാണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ പാസേജിലിടണം, അല്ലാത്തതൊക്കെ അങ്ങോട്ട് ഇടണം. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളടുത്ത് സ്റ്റാർട്ടിങ്ങിലെ ഹോംവർക്ക് കൊടുത്തിട്ടാണ് ഞാൻ വിട്ടിരുന്നേന്ന്. അവിടെ ഭയങ്കര പാട്ട് കച്ചേരി ചെയ്യുമല്ലെന്ന് തോന്നുന്നു. ഇനി ഇപ്പം കൂടിരുത്തിയാലേ ഒക്കത്തുള്ളൂ. എന്തോ ചെയ്യാനാന്ന് പറയും കൊച്ചിൻ്റെ കാര്യം. പ്രൈസനെ ഹോംവർക്ക് ചെയ്യുവാന്നോ? അമ്മ തന്നാ വർക്ക് ചെയ്യുവാന്നോന്ന്. പിന്നെ പാട്ട് കേൾക്കുന്നയോ? അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കുന്നു ഇവിടെ. നമ്മുടെ വീട്ടുജോലികൾ തീരുമ്പോൾ ഒരു സമയമാവും. കാരണം ഡെയിലി ഈ തുണി കഴുവക്കം, എനിക്ക് ഏറ്റവും മെനക്കേടുള്ളതെന്ന് പറയുന്നത് ഈ തുണി കഴുവക്കം. തുണി അങ്ങ് വാഷിംഗ് മെഷീൻ കഴുകിക്കോളും, പക്ഷേ ഈ വിരിപ്പും മടക്കും അതൊരു വല്ലാത്ത ഒരു ജോലി തന്നെ. അപ്പോൾ ചിലർ പറയും എന്താ ഇത്ര ജോലി, 1 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന ജോലിയല്ല ഉള്ളൊരു വീട്ടിലെന്ന്. അതിപ്പോൾ 1-2 പേരുള്ളവരൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ചോറും കറിയും വെച്ച് അതൊക്കെ ചെയ്യാം. പക്ഷേ ഇപ്പം എനിക്കിപ്പം തൂത്ത് തുടയ്ക്കാൻ ആളുണ്ട്. അതില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തൂത്ത് തുടയ്ക്കണം, തുണികൾ കഴുകണം, പാത്രങ്ങൾ എപ്പോഴും ഉള്ളത് കഴുകണം. ഇപ്പോൾ ഒരു 3-4 ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അതനുസരിച്ച് ഇപ്പോൾ 2 പേർക്ക് വെക്കുന്ന കൂട്ടാനും 5 പേർക്ക് വെക്കുന്ന കൂട്ടാനും വ്യത്യാസമുണ്ട്. അതിലെ സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയിലും അരിയുന്നതാണേലും എല്ലാം. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് ജോലികൾ കാണും, കുറേ സമയം എടുക്കും നമ്മുടെ ജോലികൾ തീരാനായിട്ട്. ഇത്രയുമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതാണെങ്കിൽ നമുക്ക് എവിടെ തിരിഞ്ഞാലും ഇപ്പം മക്കളെല്ലാം പോവുകയാണെങ്കിലും അത് കഴിഞ്ഞ് നമുക്ക് എല്ലാം അടുക്കി പറക്കണം, അതാത് മേശ തുടയ്ക്കാൻ പോകണം, അത് തുടയ്ക്കാൻ, അതെല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന ജോലികളായത്. പക്ഷേ ചിലർ പറയോ ഇത്രയും ജോലി എന്തുവാന്ന്. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. ഒരു വീടാകുമ്പം ജോലികൾ ശരിക്കും കാണും. ഇന്നലെ ടൊമാറ്റോ വാങ്ങിച്ചുകൊണ്ട് വന്ന്, അപ്പം ടൊമാറ്റോ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴേ പ്രൈസമ്മൻ പറയും ടൊമാറ്റോ ചട്നി വെക്ക്, പോൾമോനും പറയും ടൊമാറ്റോ ചട്നി, റേച്ചാനും പറയും ടൊമാറ്റോ ചട്നി വെക്കുന്നു. അങ്ങനെ അതുണ്ടാക്കുമോ ഇന്ന്. ഇപ്പം എനിക്ക് എന്നും ടൊമാറ്റോ ചട്നിയാണോ? ചപ്പാത്തിക്ക് അവർക്ക് ടൊമാറ്റോ ഇന്നലിപ്പം വാങ്ങിച്ചുകൊണ്ട് വന്ന് അവർക്കെല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഇതങ്ങ് വെച്ചു കൊടുത്താൽ പിന്നെ കുഴപ്പമില്ല. വില ഇപ്പം അങ്ങനെ എത്ര രൂപയാണെന്നറിയത്തില്ല. വിലയൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇഷ്ടമുള്ളത് അങ്ങ് ഉണ്ടാക്കി കൊടുത്തു. അധികം സമയമില്ല, ഈ അരിഞ്ഞെടുക്കുന്ന സമയമുള്ളൂ. പിന്നെ അതിൻ്റെ കുറേ അങ്ങനെ നിൽക്കും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ പോരെ. തുണിയെല്ലാം വിരിച്ചു. ഇനി അകത്തേത് ഞാൻ അവിടെ ഇട്ടേക്കുന്നേ ഉള്ളൂ. ഇതൊന്ന് അരിഞ്ഞ് അടപ്പത്ത് വെച്ചിട്ട് അകത്തെ വിരിക്കാം. ഇവിടുത്തെ ഞാൻ ഇട്ടത് അഥവാ ഇസ്തിരി കാരം വരുവാന്നേലേ
ഷർട്ടുണ്ട്, അതുകൂടെ അങ്ങ് കുറച്ച് കൊടുക്കാനുണ്ട്. അതിൻ്റെ കൂടെ അങ്ങ് അതുകൂടെ എളുപ്പം ഉണങ്ങിയാൽ കൊടുക്കാമല്ലേ. ഒന്ന് വെയിലടിച്ചാൽ മതി, കാരണം നമ്മൾ എല്ലാം റിൻസ് സ്പിന്നൊക്കെ ചെയ്തല്ലേ, ഡ്രെയിൻ ചെയ്തല്ലേ എടുക്കുന്നത്. ഇതിൽ പച്ചമുളകൊക്കെ നല്ലതായിട്ട് ഇട്ടാൽ നല്ലതാണ്, പക്ഷെ ഞാൻ അധികം പച്ചമുളകൊന്നും ഇടുന്നില്ല കേട്ടോ. അധികം നല്ല ഞാൻ ഇടാറില്ല ചിലപ്പോൾ, കാരണം അവർ കഴിക്കാനല്ലേ. അവർക്കൊന്നും, എനിക്കാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ആ പച്ചമുളക് വേണേൽ എടുത്ത് കഴിക്കും. ഇവരാരും കഴിക്കാറുമില്ല, പിന്നെന്തിനാ. അപ്പം ഞാനും എരിവ് തീരെ കുറയ്ക്കുക. എരിവ് ഇവിടെ വെക്കുന്നത് മീൻകറി വെക്കുമ്പോഴേ, അല്ലാതെ ഒന്നിലും തോരണമെന്നും ഞാൻ പച്ചമുളക് ഒന്നും ചേർക്കാറില്ല. പച്ചമുളകൊക്കെ ചേർത്ത് യഥാർത്ഥത്തിൽ നമ്മൾ വെക്കുന്നത് അതിൻ്റേതായ രീതിയിൽ, പക്ഷെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും. ഉള്ളിയുടെ ആ വെള്ള മോടം പച്ചുള്ളിയാണ് കിട്ടും. ഉള്ളിയുടെ വില ഇന്നലെ വാങ്ങിച്ചോണേ കിലോ 30, പക്ഷേ ഇച്ചിരി പച്ചുള്ളിയാണ്. ഇനി ഇത് ഞാൻ നന്നായി കഴുകിയിട്ടേ അകത്ത് പോയിരുന്നേ അരിയട്ടെ. ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ ഇതിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുവേ. ഇപ്പം നമ്മുടെ കുറേ നേരം ഞാൻ അടപ്പത്ത് വെച്ചിട്ട് പിന്നെ അകത്ത് പോയി തുണികളൊക്കെ വിരിച്ചു. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, കട്ടിൽ ഷീറ്റ് വിരിക്കണമായിരുന്നു, അതെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കിന് ടൊമാറ്റോ റെഡിയായി. അപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് തീ അങ്ങ് ഓഫാക്കിയാൽ നമ്മുടെ ടൊമാറ്റോ ചട്നിയും റെഡിയായി. അപ്പം മീൻതോരൻ ഞാൻ കാണിച്ചില്ലല്ലോ ലാസ്റ്റ്. എല്ലാവരും ഉച്ചക്കത്തൊക്കെ കഴിപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ചിന്തിച്ചത്. മീൻതോരൻ കണ്ടപ്പോഴത്തേന് കൊതിയായില്ലേ, അയ്യോ കാണിച്ചില്ലല്ലോ എന്ന്. അതാണ്ട് നമ്മുടെ മീൻതോരൻ ഈ ഇത്രയും ഉച്ചയ്ക്ക് എടുത്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.